ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സിമ്പിൾ സ്നാക്കാണ്, പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആട്ടോ. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യണം, ഫുള്ള് വീഡിയോ കാണും ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 പൊട്ടറ്റോ ആണ്. അപ്പോൾ ഞാനത് ഒരു ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് കൊടുക്കുന്നുണ്ട്. ചെറിയ കഷ്ണം എന്ന് പറയുമ്പോൾ നല്ല ചെറിയ കഷ്ണമൊന്നും വേണ്ട, ഇങ്ങനെ പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കഷ്ണമാക്കി മുറിച്ച് കൊടുക്കുന്നുണ്ടെന്ന് മാത്രം കേട്ടോ. അപ്പോൾ രണ്ടും ഇതാ ഇങ്ങനെ അത്യാവശ്യം ഒരു ചെറുങ്ങനെ ഒന്ന് കഷ്ണങ്ങളാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം ഇട്ട് ഒരു പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് അതൊന്ന് വേവിച്ചെടുക്കണം. ഞാനിവിടെ ഒരു 2 വിസിലാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിതാ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. അതിനി നമുക്കൊന്ന് ഈ ചൂടിൽ തന്നെ ഒന്ന് മാഷ് ചെയ്തിട്ട് എടുക്കാം. നല്ലോണം മാഷ് ചെയ്തിട്ട് നല്ല നല്ല എന്താ പറയുക, സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ഡൗ ആക്കിയിട്ട് എടുക്കണം. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് പെപ്പർ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് ഒറിഗാനോയും ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഒറിഗാനോ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ആഡ് ചെയ്യേണ്ട, പെപ്പർ മാത്രം ഇട്ടാലും മതി കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് കുഴച്ച് കൊടുക്കുക. ഇപ്പോൾ കുഴച്ച് അതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂണ് ഒരു പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പാൽ ആഡ് ചെയ്യുമ്പോൾ എങ്ങനെ വെച്ചാൽ കുറച്ചും കൂടെ ഒന്ന് ഒരു ടേസ്റ്റും ഉണ്ടാവും അത് കഴിക്കുമ്പോൾ. പിന്നെ ഒന്ന് ആ ഒരു ഇതൊന്നും കൂടെ ഒരു സ്മൂത്തായിട്ട് കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ആഡ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. അപ്പം ഞാനിവിടെ ഒരു 10 സ്ലൈസ് ബ്രെഡ് എടുക്കുന്നുണ്ട്. ഇപ്പം ബോർഡിൽ കുറച്ചേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ എന്നിട്ട് അതിൻ്റെ 4 വശങ്ങളും അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം അങ്ങനെ കട്ട് ചെയ്ത് ഈ വശങ്ങൾ ബാക്കി വരുന്ന ഭാഗം നമുക്ക് ബ്രെഡ് ക്രംസ് ആക്കിയിട്ട് എടുക്കണം. ഈ റെസിപ്പിക്ക് തന്നെ വേണം. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ജാറിലേക്ക് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3 എക്സ്ട്രാ ബ്രെഡും കൂടെ എടുത്തിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്, അതാണ്. അപ്പോൾ നല്ലോണം ബ്രെഡ് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. എല്ലാം നല്ല സ്മൂത്തായിട്ട് നല്ല പൗഡറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇവിടെ 2 എഗ്ഗ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ്, വളരെ കുറച്ച് ഉപ്പ്, വളരെ കുറച്ച് പെപ്പറും ആഡ് ചെയ്ത് നല്ലോണം ആ എഗ്ഗ് ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കണം. ഫോക്ക് വെച്ച് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്ത് നല്ല ഇങ്ങനെ കണ്ടില്ലേ, നല്ലോണം ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബ്രെഡ് എടുത്തിട്ട് അതൊന്ന് പരത്തി കൊടുക്കണം. നല്ലോണം പറ്റുന്ന അത്ര തിന്നായിട്ട് പരത്തിയെടുക്കുക. അപ്പോൾ ഞാനിതാ എല്ലാ ബ്രെഡും അങ്ങനെ പരത്തി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അത് പരത്തി വെച്ച അതിലേക്ക് ഞാൻ കുറച്ച് മൊസറല്ല ചീസ് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ മാഷ് പൊട്ടാറ്റോയും പിന്നെ മൈദ, ഇത് കുറച്ച് 1 സ്പൂണ് മൈദ കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കിയെടുത്തതാണ്. അപ്പോൾ അത് നമുക്ക് ഈ ബ്രെഡ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് വേണം. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഓരോ ബ്രെഡ് എടുക്കുക. ഞാൻ ലേശം ആ ബ്രെഡിൻ്റെ സൈസിനനുസരിച്ചിട്ട് ലേശം നമുക്ക് പൊട്ടാറ്റോ വെച്ച് കൊടുക്കുക, മാഷ് പൊട്ടാറ്റോ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് മൊസറല്ല ചീസും ആഡ് ചെയ്യുന്നുണ്ട്. മൊസറല്ല വെച്ച് കൊടുത്തിട്ട് ഈ മൈദ ഉണ്ടല്ലോ, അത് ഒരു സ്പൂണിൽ ഇങ്ങനെ ജസ്റ്റ് 4 വശത്തും ഇങ്ങനെ തേച്ച് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് പുരട്ടി കൊടുത്തിട്ട് ഞാൻ അത് കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് പരത്തി കൈകൊണ്ട് എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും ആക്കി കൊടുത്തിട്ട് നിങ്ങൾ കൈകൊണ്ട് തന്നെ ചെയ്താൽ മതി. അപ്പോൾ എല്ലാ ഭാഗത്തും ആക്കി കൊടുത്തിട്ട് നമുക്കതൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ബ്രെഡ് ആയതുകൊണ്ട് ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ചിലപ്പോൾ പൊട്ടിപ്പോയാലും ചെറിയ പൊട്ടിപ്പോയാലൊന്നും പ്രശ്നമൊന്നുമില്ല, പേടിക്കൊന്നും വേണ്ട. അത് നമുക്ക് എഗ്ഗിൽ മുക്കുന്നുണ്ടല്ലോ, എഗ്ഗിൽ മുക്കി വരുമ്പോൾ അതൊക്കെ ശരിയായിക്കോളും. അപ്പോൾ നല്ലോണം എല്ലാ വശവും ഒന്ന് ഇതേപോലെ നല്ലോണം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഞാൻ ഒട്ടാത്ത ഭാഗമുണ്ടെങ്കിൽ കുറച്ച് മൈദ എടുത്തിട്ട് അങ്ങനെ ഒട്ടിച്ചു കൊടുത്തേച്ചാൽ മതി. അപ്പോൾ അതേപോലെ ഞാൻ എല്ലാ ബ്രെഡും ഇങ്ങനെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം നമുക്കങ്ങനെ ചീസും പൊട്ടാറ്റോയും ഒക്കെ വെച്ചിട്ട് അങ്ങനെ ഒട്ടിച്ചെടുത്തതാണ്. ഇനി നമുക്ക് ഈ എഗ്ഗിലൊന്ന് മുക്കിയിട്ട് നല്ലോണം ബ്രെഡ് ക്രംസ് തേച്ച് പിടിപ്പിക്കണം. ബ്രെഡ് ക്രംസ് വെക്കുമ്പോൾ
നല്ലോണം തന്നെ നല്ല കോട്ടിങ്ങിൽ തന്നെ ആക്കിയെടുക്കണം. അപ്പോൾ ഇല്ലേൽ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഇത് ഫുൾ ആ ഓയിലങ്ങ് കലങ്ങിപ്പോവും. അപ്പോൾ അതുകൊണ്ട് നല്ല കട്ടിയിൽ തന്നെ നല്ലോണം ഓരോന്നിലും തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ ബ്രെഡിലും നല്ലോണം തേച്ച് പിടിപ്പിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ആക്കിയിട്ട് നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് ഞാനൊരു പാൻ വെക്കുന്നുണ്ട്. അപ്പോൾ പാനിൽ ഞാൻ ഓയിലാണ് ഒഴിക്കുന്നത്. ഇതിന് ഓയിലാണ് എനിക്ക് കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് ആയിട്ട് തോന്നിയത്. വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നവർക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യാം കേട്ടോ, പ്രശ്നമൊന്നുമില്ല. വെളിച്ചെണ്ണ ആകുമ്പോൾ ഒരു നാടൻ ടേസ്റ്റ് ആണല്ലോ, അപ്പോൾ അത് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം. എന്നിട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് മെല്ലെ മീഡിയം ഫ്ലെയിമിൽ തന്നെ, ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും, അതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞും പോകും. അപ്പോൾ അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഒരു നല്ലൊരു ഗോൾഡൻ ബ്രൗൺ വരെ 2 വശവും മാറി മാറി ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അങ്ങനെ ഇപ്പോൾ എല്ലാം എടുത്തിട്ടുണ്ട്. നല്ലൊരു സ്നാക്കാണ് കേട്ടോ അത്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായാലും ഒരു ലൈക്കും ചെയ്യണം കേട്ടോ.